നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും ആവേശവും ഓരോ മണ്ഡലത്തിലും കൂടിക്കൂടി വരികയാണ്. ഇനിയിപ്പോൾ ഓരോ പാർട്ടികളുടെയും ഓരോ മുന്നണികളുടെയും നേതാക്കന്മാർ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങും. പിണറായി വിജയൻ ഇറങ്ങും, അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് സുധാകരന്, വി.ഡി. സതീശന്, എ.കെ. ആന്റണി, ഇങ്ങനെ അതുപോലെ BJPയിൽ നിന്ന് കേന്ദ്ര നേതൃത്വത്തിലുള്ള നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാരെല്ലാം തന്നെ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രസംഗവും മറ്റ് പ്രചാരണ പരിപാടികളിലും റോഡ് ഷോയിലും ഒക്കെ പങ്കെടുക്കും. അത് അത്തരത്തിലാണ്. പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് വരും. പ്രത്യേകിച്ച് ഓരോ മുന്നണികളും അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, അല്പമൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന് പ്രതീക്ഷയുള്ളിടത്തേക്കായിരിക്കും കൂടുതൽ നേതാക്കന്മാർ എത്തുക. അതുപോലെ കോൺഗ്രസിനും ഇത്തരത്തിലാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലാണ്. കാരണം BJP കേരളത്തിലെ 6 മണ്ഡലങ്ങൾ A ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഈ A ക്ലാസ് മണ്ഡലങ്ങളിലായിരിക്കും അവർ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും കൂടുതൽ പണം ഒഴുക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ ദേശീയ നേതൃത്വത്തിൽ നിന്നുള്ള നേതാക്കന്മാരൊക്കെ എത്തുന്നത്. അത് അങ്ങനെ വരുമ്പോൾ മണ്ഡലത്തെ ആകെക്കൂടെ ഇളക്കി മറിക്കുകയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ ഈ പത്തനംതിട്ട നിയോജക മണ്ഡലത്തിൽ എല്ലാവരും ചോദിക്കുന്നത് എ.കെ. ആന്റണി അവിടെ പ്രചാരണത്തിന് എത്തുമോ എന്നാണ് ചോദിക്കുന്നത്. കാരണം എ.കെ. ആന്റണിയുടെ മകൻ അവിടെ മത്സരിക്കുകയാണ്. മകൻ മത്സരിക്കുന്നുണ്ടെങ്കിൽ അച്ഛൻ എന്താ വന്നുകൂടെ എന്നുള്ള ചോദ്യം. മകൻ മറ്റൊരു മുന്നണിയിൽ നിൽക്കുകയാണ്, NDA മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. അച്ഛനോ കോൺഗ്രസിൻ്റെ വളരെ ഉയർന്ന നിരയിൽ നിൽക്കുന്ന ഒരാളാണ്, മുതിർന്ന നേതാവാണ്. എ.കെ. ആന്റണി പാർട്ടിക്കകത്ത് നിന്ന് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചിട്ടുള്ള ആളാണ്. വളരെ ലാളിത്യമൊക്കെ പറയും. പണ്ട് ഇന്ദിരാഭവനിൽ വരുന്നത് വീട്ടിൽ നിന്ന് പൊതിയും കെട്ടി വരുന്നു എന്നൊക്കെയാണ്. പക്ഷേ പഠിക്കുന്ന കാലം മുതൽ തന്നെ പാർട്ടിയിലൂടെ മാത്രം ജീവിക്കുന്ന ഒരാളാണ്. 5 പൈസ ചെലവാക്കാതെ പാർട്ടിയിലൂടെ മാത്രം ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം EMSനെ പോലുള്ള ഒരാളെ നോക്കണം. അദ്ദേഹം എന്തെങ്കിലും ഒരു ലേഖനം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതിഫലം പോലും നേരെ പോകുന്നത് AKG സെൻറ്ററിലേക്കാണ്. ഇതിനെക്കുറിച്ച് ഈ സമീപകാലത്തും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ പല വാർത്തകളും വന്നതാണ്. കാരണം ഈ കാരണഭൂതൻ്റെ ഈ ഇത്തരത്തിലുള്ള ജീവിതവും EMSനെയും കൂടെ ജീവിതത്തെയും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് പലരും അത് വീണ്ടും എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എ.കെ. ആന്റണി എല്ലാ തരത്തിലുള്ള MLA ആയിരുന്നിട്ടുണ്ട്, മുഖ്യമന്ത്രി ആയിരുന്നിട്ടുണ്ട്, MP ആയിരുന്നിട്ടുണ്ട്, കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടുണ്ട്. ഒരു സ്വപ്നം മാത്രം അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാൻ കഴിയാതെ പോയി, ഇന്ത്യൻ പ്രസിഡന്റ് ആകാൻ കഴിയാതെ പോയി. അപ്പോഴത്തേക്കും കോൺഗ്രസ് ദാ കിടക്കുന്നു, വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ, ആ അവസ്ഥയിലെത്തി. ഇനിയും കോൺഗ്രസ് രക്ഷപ്പെടില്ല എന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പായും തെറുത്ത് കെട്ടി കേരളത്തിലേക്ക്, തിരുവനന്തപുരത്ത് വന്ന് തങ്ങുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഡൽഹിയിൽ തന്നെയായിരിക്കും കഴിയുന്നത്. ഇത്രയും തന്ത്രശാലിയായ സൂത്രശാലിയായിട്ടുള്ള വേറെ ആരുണ്ട്? അപ്പോൾ മകൻ നല്ല ഒരു ഇടം കണ്ടെത്തി അങ്ങോട്ട് പോയതിൽ ഇവർക്ക് ആർക്കാണ് പ്രശ്നം? ഒരുപക്ഷെ എ.കെ. ആന്റണിയും ഈ അനിൽ ആന്റണിയുടെ അച്ഛനായ എ.കെ. ആന്റണിയും അനിൽ ആന്റണിയുടെ അമ്മയും ഉള്ളിൽ സന്തോഷിക്കുന്നുണ്ട്. കാരണം മകൻ നല്ലൊരു നിലയിലെത്തിയല്ലോ എന്ന്. കാരണം ഇവിടെ മുങ്ങിത്താഴാൻ തുടങ്ങുകയാണ്. അതിനിടയ്ക്ക് അതിനകത്ത് നിന്ന് കഴിഞ്ഞ് അവൻ്റെ ഭാവി കൂടി ഇല്ലാതാകണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ അനിൽ ആന്റണിക്ക് വേണ്ടി എ.കെ. ആന്റണി പ്രചാരണത്തിന് വരുമോ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് തന്നെ എന്താണ്? എൻ്റെ അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് ഞാൻ എത്തുമെന്നാണ്. മാധ്യമപ്രവർത്തകർ ചോദിച്ചു, പത്തനംതിട്ടയിൽ പോകുമോ? എൻ്റെ അപ്പോഴത്തെ ആരോഗ്യനില നോക്കി. എ.കെ. ആന്റണി അല്ലെങ്കിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ പോയാൽ എന്ത് പ്രയോജനം? ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാകത്തില്ല. ഉള്ള വോട്ട് കുറയുകയുള്ളൂ. അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്നിട്ടും കേരളത്തിനും ഒരു ഗുണവും ഉണ്ടായില്ല. ചുക്കുമില്ല ചുണ്ണാമ്പുമില്ല എന്ന് പറയുന്നതുപോലെ ഒരു ഗുണവും ഉണ്ടാകാത്ത
ഒരു അഖിലേന്ത്യാ നേതാവാണ്. അപ്പോൾ അദ്ദേഹം ഇനിയിപ്പോൾ പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് പോകുന്നത് നല്ലതാണ്. പോയി കഴിഞ്ഞാൽ അനിൽ ആന്റണിക്ക് കിട്ടുന്ന വോട്ട് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം പോകില്ല. കാരണം പോയാൽ എതിർത്ത് പറയണമല്ലോ. തന്ത്രശാലിയാണ്. മകനെ ഒരു തരത്തിലും ഉപദ്രവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പാർട്ടിയിലൂടെ ജീവിച്ച AK ആന്റണി മകനും ഇത്തരത്തിൽ പാർട്ടിയിലൂടെ BJP യിലൂടെ ജീവിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്.